സംസ്ഥാനത്ത് പനി പടരുന്നതോടെ ജാഗ്രതാ നിർദ്ദേശവുമായി ആരോഗ്യവകുപ്പ് രംഗത്ത് വന്നു. രോഗലക്ഷണങ്ങളുള്ള ആളുകൾ സ്വയം ചികിത്സ ഒഴിവാക്കണം. നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല. നമ്മൾ ഈ യൂട്യൂബ് കണ്ടും അല്ലെങ്കിൽ വാട്സപ്പ് യൂണിവേഴ്സിറ്റി വഴി പഠിച്ചും ചികിത്സ നടത്തിക്കളയരുത്. കാരണം ഏതെങ്കിലും ഒരു രോഗലക്ഷണം നമുക്കുണ്ടായാൽ ആ രോഗലക്ഷണം ചിലപ്പോൾ പല അസുഖങ്ങളുടെയും ആദ്യ ലക്ഷണമായി മാറാം. അതുകൊണ്ട് തന്നെ രോഗനിർണയമാണ് ഏറ്റവും പ്രധാനം. കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്കറിയുമായിരിക്കും. ഡോക്ടർ ആളെ കൊല്ലും എന്ന കാര്യത്തിൽ സംശയമില്ല. അത് പഴയ ആൾക്കാർ വിവരമുള്ളവർ പറഞ്ഞിട്ടുള്ളതാണ്. മാത്രമല്ല സംസ്ഥാന സർക്കാരിൻ്റെ ഒരു ഇപ്പോഴത്തെ ഒരു വിശദീകരണം അനുസരിച്ച് വരും ദിവസങ്ങളിൽ ഡെങ്കിപ്പനി ബാധിതരുടെ എണ്ണം വല്ലാതെ ഉയരുമെന്നും ആരോഗ്യവകുപ്പിന് വിശ്വാസമുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് ഗിരീഷ് വിശദാംശങ്ങളുമായി ചേർന്നു. ഗിരീഷ്, 3-4 ദിവസങ്ങളായി ഇതിൻ്റെ കണക്കുകളൊന്നും പുറത്തു വിടുന്നില്ലായിരുന്നു. പനിബാധിതരുടെ എണ്ണം കൂടുതൽ കണ്ട് നടുക്കത്തിലാണ് സർക്കാർ ഇതൊക്കെ പൂഴ്ത്തിവെച്ചത്. ഇപ്പോൾ ഇത് പുറത്തുവിട്ടതിൻ്റെ രഹസ്യം എന്താണ്? പനിബാധിതരുടെ എണ്ണം സംസ്ഥാനത്ത് വളരെ വളരെ കൂടുന്നു. ആരോഗ്യവകുപ്പ് എത്രമാത്രം കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നു? വിവരങ്ങൾ. ഗുഡ് മോർണിംഗ്. എസ്കേൻ സൂചിപ്പിച്ച പോലെ കഴിഞ്ഞ 5 ദിവസമായി പനിബാധിതരുടെ കണക്കുകൾ ആരോഗ്യവകുപ്പ് പുറത്തുവിട്ടിട്ടില്ല. ഇതിന് കാരണം NHM അതോടൊപ്പം തന്നെ ആരോഗ്യമേഖലയുമായി പ്രവർത്തിക്കുന്നവരാണ് ഇത് സംബന്ധിച്ച കണക്കുകൾ അപ്ഡേറ്റ് ചെയ്യേണ്ടിയിരുന്നത്. ഇവർ പണിമുടക്കിയതാണ്, അല്ലെങ്കിൽ ഇവർ ജോലിക്ക് ഹാജരാകാതിരുന്നതാണ് ഇത്തരത്തിലുള്ള കണക്ക് പുറത്തു വരാത്തതിന് കാരണമായി ആരോഗ്യവകുപ്പ് ചൂണ്ടിക്കാട്ടുന്നത്. ഏതായാലും ഇന്നലെ ഈ ആരോഗ്യവകുപ്പിൻ്റെ വെബ്സൈറ്റിൽ ഇത് സംബന്ധിച്ച കണക്കുകൾ പ്രസിദ്ധീകരിച്ചു. എസ്കേൻ പറഞ്ഞ പോലെ തന്നെ സംസ്ഥാന സർക്കാരിനെ തന്നെ ആശങ്കപ്പെടുത്തുന്ന ഒരു പനിബാധിതരുടെ കണക്കാണ് ഓരോ ദിവസവും പുറത്തു വരുന്നത്. കഴിഞ്ഞ ദിവസത്തെ, അതായത് ഇന്നലത്തെ കണക്കുകൾ പരിശോധിച്ചാൽ 11,050 പേർക്ക് സംസ്ഥാനത്ത് പനി ബാധിച്ച് ഇവർ ചികിത്സ തേടിയിട്ടുണ്ട്. സർക്കാർ ആശുപത്രിയിൽ ചികിത്സ തേടിയവരുടെ കണക്കാണിത്. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് 159 പേർക്ക് ഡെങ്കിപ്പനി ബാധിച്ചു എന്നുള്ളതാണ്. അതോടൊപ്പം 42 പേർക്ക് H1N1 32 പേർക്ക് മഞ്ഞപ്പിത്തവും ബാധിച്ച് ഇവർ ചികിത്സ തേടിയിട്ടുണ്ട്. ഓരോ ദിവസവും പനിബാധിതരുടെ എണ്ണം വർദ്ധിക്കുന്നത് സർക്കാരിനെയും ആരോഗ്യവകുപ്പിനെയും ആശങ്കയിലാക്കുന്നുണ്ട്. നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ചില മുന്നറിയിപ്പുകൾ ആരോഗ്യവകുപ്പ് നൽകിയിരുന്നു. ഈ മാസം ഡെങ്കിപ്പനി ബാധിതരുടെ എണ്ണത്തിൽ വലിയ തരത്തിലുള്ള വർധന ഉണ്ടാകും എന്ന ആരോഗ്യവകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അത് സാധൂകരിക്കുന്ന അല്ലെങ്കിൽ അത് ശരിവെക്കുന്ന കണക്കുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഈ പനിയുടെ ലക്ഷണം കണ്ടു കഴിഞ്ഞാൽ സ്വയം ചികിത്സ അരുത് എന്നുള്ളതാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പ് വ്യക്തമാക്കുന്നത്. ആശുപത്രികളിൽ ചികിത്സ തേടുക. അതോടൊപ്പം എല്ലാ ആശുപത്രികളിലും ഇതുമായി ബന്ധപ്പെട്ട പനി ക്ലിനിക്കുകൾ തുടങ്ങിയിട്ടുണ്ട്. കണക്കുകൾ പരിശോധിച്ചാൽ മലപ്പുറത്താണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ പനി ബാധിച്ച് ചികിത്സ തേടിയിട്ടുള്ളത്. തിരുവനന്തപുരത്തും തൃശ്ശൂരും പ്രതിദിന പനിബാധിതരുടെ എണ്ണം 1000 കടക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ജാഗ്രത പാലിക്കണം എന്നുള്ളതാണ് ആരോഗ്യവകുപ്പ് ഇപ്പോൾ നിർദ്ദേശിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട പനിയുമായി ബന്ധപ്പെട്ട ലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ തന്നെ ആശുപത്രിയിലെത്തുക. ഗുരുതര രോഗമുള്ളവർ ഒരു കാരണവശാലും ഇത് ആശുപത്രിയിലെത്തി ചികിത്സിക്കാതിരിക്കരുത് എന്ന ഒരു മുന്നറിയിപ്പ് കൂടി ഇപ്പോൾ ആരോഗ്യവകുപ്പ് നൽകുന്നുണ്ട്. ഇത് പനി നേരിടുന്നതിനുള്ള കർശനമായ നിർദ്ദേശം പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ ഉൾപ്പെടെയുള്ളവർക്ക് ആരോഗ്യവകുപ്പ് നൽകിക്കഴിഞ്ഞു. ഇതനുസരിച്ചുള്ള മരുന്നുകളും അതോടൊപ്പം തന്നെ മറ്റ് സംവിധാനങ്ങളും ഒരുക്കുന്നതിനും ആരോഗ്യവകുപ്പ് ഇപ്പോൾ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഗിരീഷ്, ഞാൻ പറഞ്ഞതേ ഉള്ളൂ ഡോക്ടർ ആളെ കൊള്ളുന്നു. ഗിരീഷ് പറഞ്ഞ് ചികിത്സ തുടങ്ങി. താങ്ക് യു ഗിരീഷ്. തിരുവനന്തപുരത്ത് നിന്നാണ് ഗിരീഷ് നമുക്കൊപ്പം ചേർന്നത്.